അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സാധാരണഗതിയിൽ പള്ളിയിൽ ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കൽ പതിവുള്ള ആളുകളുടെ സ്വാഭാവിക ഒരു സംശയമാണ്. ഇമാമിന്റെ ഫാത്തിഹ തീരും മുമ്പ് മഅ്മൂമുകൾക്ക് ഫാത്തിഹ ഓതാൻ പാടുണ്ടോ? ഇത് ശ്രദ്ധിക്കണം. മഅ്മൂമുകൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയാത്ത, സമയം കിട്ടാത്ത ഒരു പ്രയാസം ചിലപ്പോഴൊക്കെ പലർക്കും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ ചെയ്യേണ്ട ഒരു വിഷയം, ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ നിൽക്കേണ്ടതില്ല. ഇമാം ഫാത്തിഹ ഓതി കുറച്ചങ്ങ് ഓതി തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തിയ മഅ്മൂമുകൾക്ക് ഫാത്തിഹ ഓതി തുടങ്ങാവുന്നതാണ്. ഇമാമിനേക്കാൾ ഇമാമിന്റെ മുന്നിൽ ഇമാമ് ഓതുന്ന ആയത്തുകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഇമാമിനേക്കാൾ മുന്നിൽ ഓതാതിരിക്കണം എന്ന് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇമാമ് ഫാത്തിഹ ഓതി തുടങ്ങിയാൽ പിന്നെ മഅ്മൂമുകൾക്ക് ഫാത്തിഹ തുടങ്ങുന്നതിന് വിരോധമില്ല എന്ന് പ്രത്യേകം അറിയും. അപ്പോൾ മറ്റൊരു സംശയം, അതിനിടയിൽ ഇമാമ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞ് ആ വലദ്ദാലീൻ പറഞ്ഞതിന് ശേഷം ആമീൻ പറയണമല്ലോ. അപ്പോൾ മഅ്മൂമുകൾ അവരുടെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിർത്തിക്കൊണ്ട് ഇമാമിന്റെ ഫാത്തിഹക്ക് ആമീൻ പറയാൻ പറ്റുമോ എന്നതാണ് പിന്നെയുള്ള സംശയം. അത് പറ്റും, അത് സുന്നത്ത് തന്നെയാണ് എന്നതാണ് കർമ്മശാസ്ത്രത്തിന്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മുടെ നിസ്കാരത്തെ നമ്മൾ നമ്മുടെ ഫാത്തിഹ തെറ്റ് പറ്റാത്ത രീതിയിൽ നമ്മുടെ ഫാത്തിഹയ്ക്ക് സമയം കണ്ടെത്തുന്ന വിധം നമ്മൾ ഇമാമിന്റെ വേഗതക്കനുസരിച്ച് കൊണ്ട് നമ്മുടെ ഫാത്തിഹയുടെ തുടക്കം നാം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ സമയം കിട്ടാതെ സ്പീഡിൽ ഓതുന്നത് കൊണ്ട്, സ്പീഡിൽ നിസ്കരിക്കുന്നത് കൊണ്ട് സമയം കിട്ടാത്തതിന്റെ പേരിൽ ഫാത്തിഹയിൽ തെറ്റുകുറ്റങ്ങൾ വരാൻ പാടില്ല എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാത്തിഹയാണ്, അത് നിർബന്ധമായി ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പ്രത്യേകം ഓർക്കുക. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.